ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിഹാരിക എന്ന എൻ്റെ ബ്രാൻഡ് എങ്ങനെ തുടക്കം കുറിച്ചു, അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു തുടക്കം എന്തായിരുന്നു. കുറേ നാളുകളായി മനസ്സിൽ ആ ആശയം ഉണ്ടായിരുന്നെങ്കിലും അതെങ്ങനെ അതിലോട്ട് എത്തി എനിക്കറിയില്ലായിരുന്നു. എന്താണ് ചെയ്യേണ്ടുന്നത്, എവിടെ നിന്ന് ക്ലോത്ത് പർച്ചേസ് ചെയ്യും, എങ്ങനെയാണ് ഒരു ഓൺലൈൻ തുടങ്ങുക എന്നത്, ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ എനിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ നീതുമാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അതിലൂടെ എനിക്ക് കുറച്ച് ധാരണയൊക്കെ ഉണ്ടായി, എങ്ങനെ ഒരു ഓൺലൈൻ ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. അതൊരു ഓർഡറായിട്ട് മാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ പിന്നെ അതിന് വേണ്ടുന്ന ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു ബിസിനസ് പേജ് ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളൊക്കെ മാമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതിനുശേഷം പിന്നെ ക്ലോത്ത് പർച്ചേസ് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഞാൻ പോയത് തൃശ്ശൂർ തന്നെയാണ്, ഗുരുവായൂരിനടുത്ത്. അത് 2 ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, എനിക്ക് ഗുരുവായൂരപ്പനെ തൊഴുക എന്നുള്ളതും, അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ക്ലോത്ത് പർച്ചേസിനായിട്ട് ഞാൻ അങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടില്ല. ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ അതിനു വേണ്ടിയൊരു ശ്രമം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടായിരുന്നു ആ ഒരു ശ്രമം അന്ന് നടന്നത്. അതിൽ ഞാൻ കുറച്ച് കളക്ഷൻസ് അന്ന് ഞാൻ സ്റ്റോക്ക് ചെയ്തു. അന്ന് ഞാൻ കളക്ട് ചെയ്തതിൽ ഒരു മെറ്റീരിയലാണിത്. ഇതിൽ ബോട്ടം, ഷോള്, ടോപ്പ് എല്ലാം അടങ്ങിയ ജയ്പൂർ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇതിൻ്റെ 2 കളറായിരുന്നു ഞാനന്ന് പർച്ചേസ് ചെയ്തത്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതായിരുന്നു ക്ലോത്ത് പർച്ചേസ്. പിന്നെ വീഡിയോ എടുക്കലാണ്. വീഡിയോ എങ്ങനെ എടുക്കാം, വീഡിയോ എടുക്കാൻ മുന്നിൽ വരണം. ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ എന്തോ എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരുന്നതിനോട് എനിക്ക് ഒരു ഫോട്ടോയ്ക്ക് പോലും ഞാനങ്ങനെ അധികം അപ്പം ഞാനങ്ങനെ ക്യാമറയിൽ മുന്നിൽ വരാത്ത കാരണം ഞാൻ എൻ്റെ മൂത്ത ആളെയാണ് പിന്നെ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നത്. പിന്നെ എന്താ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ഇടുക. എന്നെ സംബന്ധിച്ച് ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ രാവിലെ ഇവരെ സ്കൂളിൽ വിടണം, അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം. അതിനിടയിൽ ആണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാനൊക്കെ നോക്കി, പക്ഷേ എല്ലായ്പ്പോഴും ഒന്നും എനിക്കത് പറ്റുന്നില്ല. ആകെ എനിക്ക് ഒരു ഫുൾ ഡേ ഇരിക്കാൻ പറ്റുന്നത് സൺഡേ മാത്രമാണ്. അപ്പോൾ ഇപ്പം ക്ലോത്തായി, നമുക്കൊരു ലോഗോ ആയി, ഒരു പേരായി. അപ്പം ഇനി ഇത് എങ്ങനെ പാക്ക് ചെയ്യും, എങ്ങനെ അയക്കും, എങ്ങനെ കസ്റ്റമറെ കണ്ടെത്തും, എങ്ങനെ കസ്റ്റമറോട് നമ്മൾ എത്തും,